ये देखिए पिलर को, नया पिलर है, देख रहे हैं नंबर। टपारिया। हाँ ये देखिए, ये कंप्लेन हो गया, ये देखिए, देख रहे हैं अभी उचिंग भी नहीं, इतना ज्यादा प्ले हो गया है। ടോപ്പൻ ഗ്യാരേജ് കോതാട് കണ്ടെയ്നർ റോഡിലുള്ള നമ്മുടെ അനന്തുവിൻ്റെ ഗറാഷാണിത്. ടൂ വീലർ ഗറാഷാണ്. നമ്മൾ ഇപ്പോൾ ടൂ വീലറിൻ്റെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ മുമ്പത്തെ ഒരു എ കാറ്റഗറി ഗറാഷാണ്. അപ്പം നമ്മുടെ എന്തൊരു സാധനത്തിന് വേണ്ടിയിട്ടും അനന്ത് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ മുമ്പ് നമ്മൾ ടൂ വീലർ ചെയ്തിരുന്നു. ഇതിന് നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. പുതിയതായിട്ടുള്ള ഗറാഷുകൾ പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ അവർക്ക് 2 നോസ് പ്ലെയർ 14-28 ഇഞ്ച് ടപ്പാരി എക്കോണമി ഗ്രീൻ ഹാൻഡിൽ വരുന്ന ഐറ്റാണ്. ഇതിന് പൊതുവേ ഒരു ചെറിയ തോതിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ പൊതുവേ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വില കുറവും അതേപോലെ അത്രയും നീളത്തിൽ മറ്റ് കമ്പനിക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും ഉള്ളതിന് തന്നെ ഇപ്പോൾ സ്റ്റാൻലിക്കൊക്കെ ആണെന്ന് വെച്ചാൽ അത്യാവശ്യം റേറ്റ് കൂടുതലുള്ളതുകൊണ്ടും ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ പൊതുവേ തപ്പാരിയുടെ ടൂൾസിൻ്റെ ഒക്കെ മുമ്പത്തേനേക്കാളും കുറവാണെന്ന് പല വീഡിയോസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ സ്വന്തം അഭിപ്രായമല്ല, നമ്മുടെ ടെക്നീഷ്യന്മാരുടെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് തരുന്ന ഫീഡ്ബാക്കുകളാണ് മറ്റുള്ളവർക്ക് ഗുണപ്രദം ആകട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ റീലിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ NIB നോർത്ത് ഇന്ത്യൻ ബ്രദറാണ്, നമ്മുടെ പുതിയ 2 ടെക്നീഷ്യന്മാർ അനന്തുവിൻ്റെ അടുത്തുള്ളതാണ്. അവരിൽ ഒരാളാണ് ചെക്ക് ചെയ്യുന്നത്. പൊതുവേ നോർത്ത് ഇന്ത്യൻ ആളുകൾക്ക് എല്ലാവർക്കും തപ്പാരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. അപ്പം അവരുടെ വാക്കുകളിലൂടെ തന്നെ നിങ്ങളിത് കേട്ടല്ലോ, ഇതിന് വന്ന കംപ്ലൈൻറ്റ്. ഇതിനിപ്പോൾ അതിൻ്റെ ലാച്ചിൻ്റെ അവിടെ ലൂസാണ്. ബ്രാൻഡ് ന്യൂ കവറ് പൊട്ടിച്ചെടുത്ത ഐറ്റാണ്. സാധാരണഗതിയിൽ നമ്മൾ പൊട്ടിച്ച് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ ഈ ഐറ്റം സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അനന്തം ഉണ്ടായില്ല. ഞങ്ങൾക്ക് തിരക്കായതുകൊണ്ട് പെട്ടെന്ന് ഇറക്കി കൊടുത്തങ്ങ് പോവുകയും ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ഇതിന് ഭയങ്കര പ്രശ്നമാണ്, അതായിട്ട് ഭയങ്കരമായിട്ട് ഇളകുന്നുണ്ടെന്ന്. അപ്പോൾ അത്തരം ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ നമ്മളത് റെക്ടിഫൈ ചെയ്യണം. ഇപ്പോൾ അറിയാം, ഹാൻഡ് ടൂൾസ് പൊതുവേ നമ്മൾ ടൂൾ വണ്ടിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂൾ വണ്ടി നിങ്ങളടുത്ത് കൊണ്ടുപോയി സപ്ലൈ ചെയ്യുമ്പോൾ അതിന് കുറച്ചൊരു കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കംപ്ലൈൻറ്റ് റേഷ്യോ കൂടി കൂടുതലുള്ള ഐറ്റംസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, നഷ്ടം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഐറ്റം സപ്ലൈ ചെയ്യാതിരിക്കുന്നില്ല, ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് സപ്ലൈ ചെയ്യും. വണ്ടി പൊതുവേ സർവീസ് സെഗ്മെൻറ്റിലേക്ക് മാറിക്കൊള്ളാനാണ് നമ്മുടെ മാനേജ്മെൻറ്റ് തീരുമാനം. അത് അവരുടെ ലാഭനഷ്ടത്തിന് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ് ആണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കംപ്ലൈൻറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ഇട്ട് അറിയിക്കണം. അത് മറ്റുള്ള നിങ്ങൾക്ക് ഈ ലെങ്ത്തിലുള്ള ഏതെങ്കിലും പ്ലെയർ ക്വാളിറ്റി കിട്ടുന്ന ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് അറിയിച്ചാൽ നന്നായിരിക്കും. നമ്മൾ ഇത്തരം റീലുകൾ ചെയ്യുന്നതിലൂടെ നമ്മൾ കമ്പനിയെ അറിയിക്കാൻ ശ്രമിക്കുന്നത് വിലനേക്കാൾ ഉപരി ക്വാളിറ്റിയാണ് നമ്മുടെ ഗറാഷൻ മേഖല പ്രതീക്ഷിക്കുന്നത്.